ഞാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ റോയ് സാറിൻ്റെ ആത്മഹത്യയുടെ ഒരു വാർത്ത കേട്ടു. ഈ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടമാനം ആത്മഹത്യയുടെ വാർത്തകളാണ് വരുന്നത്. പല ആൾക്കാരും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യണം. പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അഭിഹിത ബന്ധങ്ങൾ. ഇപ്പോൾ റോയ് സാറിൻ്റെ മരണം കേൾക്കുമ്പോൾ ശരിക്കും ഇതൊന്നുമല്ല വേറെ എന്തിനോ വേണ്ടി ആത്മഹത്യ ചെയ്യണം. സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കാണാറുണ്ട്. അതിൽ സാറ് പറഞ്ഞ സാറിൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞു എന്നാണ്. എന്നിട്ടും ആത്മഹത്യ ചെയ്യും. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ആത്മഹത്യ ഒന്നിനും ഒരു പ്രതികാരമല്ല, പ്രതിവിധിയല്ല. ഈ ഭൂമി നമുക്ക് കാണാൻ ദൈവം അനുവാദം തന്നു എന്നുള്ളത് നമ്മുടെ ആരുടെയും കഴിവല്ല, നമ്മുടെ മാതാപിതാക്കളുടെയും കഴിവല്ല. അത് ദൈവാനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഒരു ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാർ എന്നോട് എതിർക്കാൻ നിൽക്കണ്ട. അത് ഏതോ ഒരു ശക്തി മുഖേന അംഗവൈകല്യങ്ങളൊന്നും കൂടാതെ നമ്മൾ ജനിച്ചു, നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടി, നമ്മൾ ജീവിക്കുന്നു. ഈ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു പരിഹാരമല്ല. സത്യത്തിൽ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരും ആത്മഹത്യ ചെയ്യരുത്. കാരണം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചുപോയി, നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇന്നും ഒരു ദുഃഖമാണ്. നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കി, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും അത് വളരെ വളരെ വേദനാജനകമായ ദുഃഖവും സാമൂഹികമായിട്ട് അവർ ഫേസ് ചെയ്യേണ്ട കുറേ ചോദ്യങ്ങളുടെ ഉത്തരമില്ലായ്മയാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ ഉത്തരം കണ്ടുവച്ച് എഴുതി പറക്കി വെച്ചിട്ട് വേണം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ. ഇത് ഞാനിപ്പോൾ ഈ കണ്ടിരിക്കുന്ന ആത്മഹത്യകളൊന്നും ഉത്തരങ്ങളിൽ നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചു. അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കുന്നവളെ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിക്കുവാണ്. അവരോട് നമുക്ക് അമ്മയോട് സ്നേഹമുണ്ട്, ഭാര്യയോടുണ്ട്, മക്കളോടുണ്ട്, സമൂഹത്തോടുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളോടുണ്ട്. അപ്പം ഞാനൊരു പ്രസ്ഥാനം നടത്തുവാണെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി ശരിക്കും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ജോലിക്കാരോടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അവരോടൊക്കെ ചെയ്യുന്ന ഏറ്റവും ഒരു ഉപദ്രവമാണത്. നിങ്ങൾ ജീവിതത്തിൽ ഓർക്കുക, നമുക്ക് ഈ ലോകം കാണാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി എന്നോർത്തുകൊണ്ട് ലോകം ഈ പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല. എൻ്റെ സ്ഥലം കല്ലൂർക്കാടാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ കല്ലൂർക്കാട് എന്ന് പറഞ്ഞൊരു ഗ്രാമപഞ്ചായത്താണ്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒതുങ്ങുന്നതല്ല. ഇതിന് പുറത്തേക്ക് എറണാകുളമുണ്ട്, കേരളമുണ്ട്, ഇന്ത്യയുണ്ട്, ഈ ലോകത്ത് ഒത്തിരി രാജ്യങ്ങളുണ്ട്. ഇവിടെ മൊത്തം ജീവിക്കുന്ന